നമസ്തേ. അരവിന്ദ, അതെ, അറിവിൻ്റെ സഹസ്രദളങ്ങൾ വിരിയുന്ന സരസ്വതീ ക്ഷേത്രം, ഒരു നാടിൻ്റെ സ്വപ്നം. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ വെളിച്ചം പകരുന്ന കരുത്തുറ്റ വിദ്യാലയം. എത്രയോ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളുടെ കൂടാരം. അതെ, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന്. കുഞ്ഞുങ്ങളുടെ കളിച്ചിരികൾക്കും ആരവങ്ങൾക്കുമായി അരവിന്ദ കാത്തിരിക്കുന്നു. ഈ ദുരിതകാലവും നിശ്ചയദാർഢ്യത്തോടെ, ഒരേ മനസ്സോടെ നാം നേരിടുക തന്നെ ചെയ്യും. ഈ സാഹചര്യത്തിൽ പ്രകടനങ്ങൾ അനാവശ്യമാണ്, പ്രവൃത്തിയിലാണ് കാര്യം. അരവിന്ദ എന്നും അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം മാനേജ്മെൻറ്റും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേ മനസ്സോടെ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഇതാ, പുതിയൊരു അധ്യയന വർഷത്തിന് ഇന്ന് നാം ആരംഭം കുറിക്കുകയാണ്. കഴിഞ്ഞുപോയ കാലത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, തിരുത്തേണ്ടവയെ തിരുത്തിക്കൊണ്ട്, നൂതനമായ സാങ്കേതിക വിദ്യകളിലൂടെ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആകുലതകളും നിറഞ്ഞ മനസ്സോടെ അരവിന്ദ ഏറ്റെടുക്കുന്നു. 2021-22 വർഷത്തെ പ്രവേശനോത്സവത്തിൻ്റെ മനോഹാരിത നമുക്കൊരുമിച്ച് ആസ്വദിക്കാം. ഏവർക്കും സുസ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് ഏറെ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആറ് വർഷക്കാലം വിദ്യാഭാരതിയുടെ അഖില ഭാരതീയ അധ്യക്ഷനും ഇപ്പോൾ ഭാരതീയ വിദ്യാനികേതന്റെ സംരക്ഷക ചുമതലയും വഹിക്കുന്ന പണ്ഡിതരത്നം ഡോക്ടർ പി.കെ. മാധവൻ സാർ നൽകുന്ന വീഡിയോ സന്ദേശം നമുക്ക് കേൾക്കാം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. പുതുതായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ ചേർന്നിട്ടുള്ള കുട്ടികളും അവധിക്കാലം കഴിഞ്ഞ് വീണ്ടും പഠനത്തിന് വരുന്ന കുട്ടികളും വിദ്യാലയങ്ങളിൽ എത്തുന്ന ശുഭ സന്ദർഭമാണിത്. പ്രവേശനോത്സവത്തിൻ്റെ എല്ലാ
നല്ല വശങ്ങളും കൈക്കൊണ്ട് വാത്സല്യപൂർവം സ്നേഹപൂർവം നമുക്ക് പ്രിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാം. ഭാരതീയ വിദ്യാനികേതന്റെ പ്രവർത്തകരും ഭാരതീയ വിദ്യാനികേതന്റെ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകന്മാരും അതുപോലെ ആദരണീയരായിട്ടുള്ള രക്ഷാകർത്താക്കളും എല്ലാം കൂടി നടത്തുന്ന മംഗളകരമായ ഈ പ്രവേശനോത്സവ വേള നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാർത്ഥികളെ അറിവ് പ്രദാനം ചെയ്ത് വളർത്തുന്നതോടൊപ്പം അവരുടെ സമഗ്ര വികാസം ലക്ഷ്യമാക്കിക്കൊണ്ട് വളർത്തിയെടുക്കുക, മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഭാരതീയ വിദ്യാനികേതന്റെ രീതി. അവർ അച്ചടക്കമുള്ള, സ്വഭാവശുദ്ധിയുള്ള, സംസ്കാര സമ്പന്നരായ, ദേശഭക്തരായ ഉത്തമ പൗരന്മാരായിട്ട് വളർന്നു വരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. വെറും അറിവിന്റെ കഷണങ്ങളെ എറിഞ്ഞു കൊടുക്കലല്ല നമ്മുടെ ദൗത്യം. നമ്മുടെ സൗഭാഗ്യം കൊണ്ട് ഭാരതീയ വിദ്യാനികേതൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ശ്രേഷ്ഠ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് കേരളത്തിലെ ഉദ്ബുദ്ധരായ രക്ഷാകർത്താക്കള് സഹർഷം സ്വാഗതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ പൂർണ്ണ സഹകരണത്തോടു കൂടിയിട്ട് നമ്മുടെ വിദ്യാലയങ്ങളെ നമുക്ക് മുന്നോട്ട് നയിക്കണം. നമ്മുടെ വിദ്യാർത്ഥികളെ ഉത്തമ പൗരന്മാരാക്കി മാറ്റണം. ഈശ്വരാനുഗ്രഹം എല്ലാ കാര്യങ്ങളുടെയും വിജയത്തിന് അനിവാര്യമാണ്. ഈ സന്ദർഭത്തില് വിദ്യയുടെ അധിദേവതയായ സരസ്വതി ദേവിയുടെയും പരമാത്മാവിന്റെ ജഗദീശ്വരന്റെ പ്രതീകമായ ഓംകാരത്തിന്റെയും അതുപോലെ ഭാരതമാതാവിന്റെയും ചിത്രങ്ങൾക്ക് മുൻപിൽ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വളരെ മംഗളകരമായ രീതിയിൽ നമുക്ക് ആരംഭം കുറിക്കാം. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഗുരുജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മുടെ വിശിഷ്ടമായ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഉത്തരോത്തരം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നീങ്ങുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ മംഗളാശംസകൾ നേരുന്നു. സ്വാഗതം അരുളുന്നു. വന്ദേ മാതരം. शुभं करोतु कल्याणं आरोग्यं सुखसम्पदा द्वेषबुद्धिविनाशाय आत्मज्योतिर्नमोऽस्तुते आत्मज्योतिप्रदीप्ताय ब्रह्मज्योतिर्नमोऽस्तुते ब्रह्मज्योतिप्रदीप्ताय गुरुज्योतिर्नमोऽस्तुते। मातृ प्रणाम। 1 2 3। या कुन्देन्दु तुषारहार धवला या कुन्देन्दु तुषारहार धवला या शुभ्रवस्त्रावृता या वीणावरदण्डमण्डिता
श्वेतकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्कर प्रभृतिभिः देवैः सदा वन्दिता सा मां पातु सरस्वती भगवती निःशेषजाड्यापहा शुक्लां ब्रह्मविचारसारपरमा आद्या जगद्व्यापिनी वीणा पुस्तकधारिणी अभयदा जाड्यान्धकारापहा हस्ते स्फाटिकमालिका विदधति पद्मासने संस्थिता वन्दे तां परमेश्वरी भगवती बुद्धिप्रदां शारदा हे हंसवाहिनी ज्ञानदायिनी अम्ब विमलमतिदे अम्ब विमलमतिदे हे हंसवाहिनी ज्ञानदायिनी अम्ब विमलमतिदे अम्ब विमलमतिदे जग सिर मौर बनाए भारत वह बल विक्रम दे अम्ब विमलमतिदे साहसशील हृदय में भर दे जीवन त्याग तपोमय कर दे संयम सत्य स्नेह का वर दे स्वाभिमान भर दे हे हंसवाहिनी ज्ञानदायिनी अम्ब विमलमतिदे अम्ब विमलमतिदे लव कुश ध्रुव प्रहलाद बने हम मानवता का त्रास भरे हम सीता सावित्री दुर्गा माँ फिर घर घर भर दे हे हंसवाहिनी ज्ञानदायिनी अम्ब विमलमतिदे अम्ब विमलमतिदे लव कुश ध्रुव प्रहलाद बने हम मानवता का त्रास हरे हम सीता सावित्री दुर्गा माँ फिर घर घर भर दे हे हंसवाहिनी ज्ञानदायिनी अम्ब विमलमतिदे अम्ब विमलमतिदे ब्रह्मनादम
ॐ भूर्भुवः स्वः ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् रत्नाकरा धौतपदा रत्नाकरा धौतपदा हिमालय किरीटिनी ब्रह्मराजर्षिरत्नाढ्या वन्दे भारतमातरम् ॐ द्यौः शान्ति ॐ द्यौः शान्ति अन्तरिक्षं शान्ति पृथिवी शान्ति आपः शान्ति ओषधय शान्ति वनस्पतय शान्ति विश्वे देवा शान्ति ब्रह्म शान्ति सर्वं शान्ति शान्तिरेव शान्ति सामा शान्तिरेधि ॐ शान्ति शान्ति शान्तिः मातु प्रणाम 1 2 3 Namaste, my dear students. We have reached the new academic year with the seal of positivity. Last year, even in the midst of adverse circumstances, we could enjoy the learning and other activities through virtual platforms successfully. I hope you are relaxed, recharged, and ready to meet the new academic year. COVID-19 pandemic has surely affected and abrupted the normal lives across the world. Let us take this formidable challenge as an opportunity to learn and to rise bravely. I would like to quote the great English poet P.B. Shelley's line, "If winter comes, can spring be far behind?" Yes, we, the management and staff of Aravinda, are eagerly waiting for that spring season where you, our little kids, move and fly around the corridors and courtyards of Aravinda. We really miss you, my dear students. Stay safe, keep your smiling face. I especially welcome all the newcomers to Aravinda family. Let us move ahead for a brighter future. Thank you. അരവിന്ദയിലെ ഓരോരുത്തർക്കും ഈ ദൃശ്യങ്ങൾ ഗൃഹാതുരമായ ഓർമ്മകളാവും സമ്മാനിക്കുക. കുട്ടികളുടെ ആരവം കൊണ്ട് മുഖരിതമായിരുന്നു ഈ മൈതാനം. കുട്ടികളുടെ കാൽപന്തിൻ്റെ താളമില്ലാതെ ഈ മൈതാനവും വേദനിക്കുന്നുണ്ടാവും. ഈ ഇടനാഴികൾ എന്നും ശബ്ദമുഖരിതമായിരുന്നു. കൂട്ടുകൂടലിൻ്റെയും പരിഭവങ്ങളുടെയും ഉച്ചയൂണിൻ്റെയും ഓർമ്മകൾ നിറയുന്ന ഇടനാഴികൾ. പുത്തനറിവുകളുടെ, സൗഹൃദങ്ങളുടെ, ആഴമേറിയ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളുടെ ഇടമായിരുന്നു നമ്മുടെ ക്ലാസ് മുറികൾ. ഈ ക്ലാസ് മുറികൾ സജീവമാകുന്ന നല്ല നാളുകളാണ് നിങ്ങളുടെയും ഞങ്ങളുടെയും സ്വപ്നം. അരവിന്ദയിലെ ഈ ഓരോ ഇടങ്ങളും എത്രയും വേഗം നിങ്ങൾക്ക് വീണ്ടും സ്വന്തമാക്കാനാവട്ടെ, ആസ്വദിക്കാനാവട്ടെ. ആശംസകൾ. പ്രതിഭാധനരായ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് കലോത്സവ വേദികളും കായികമേളകളും നിറക്കൂട്ടുകളും ചടുലതാളങ്ങളും അന്യമായെങ്കിലും വീടുകൾക്കുള്ളിൽ അവർ തങ്ങളുടെ കലാവസന്തം കാത്തുസൂക്ഷിക്കുന്നു, രാഗി മിനുക്കി മൂർച്ച കൂട്ടുന്നു. അത്തരം ചില പ്രതിഭകളെ, അവരുടെ കലാമികവിനെ നമുക്ക് ആസ്വദിക്കാം.
വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാധേ ഉറക്കമായോ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാജീവനയനന്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാധേ ഉറക്കമായോ. നിന്റെ കണ്ണീരൊരു കാളിന്തിയായത് ഇന്നും അറിഞ്ഞില്ല ദേവൻ, നിന്റെ കണ്ണീരൊരു കാളിന്തിയായത് ഇന്നും അറിഞ്ഞില്ല ദേവൻ, നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നതു എല്ലും അറിഞ്ഞില്ല കണ്ണൻ, നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നതു എല്ലും അറിഞ്ഞില്ല കണ്ണൻ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാജീവനയനന്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാധേ ഉറക്കമായോ. ജനന ജനന തനന തനന തോ, ജനന ജനന തനന തനന തോ, ജനന ജനന തനന തനന ജനന ജനന തനന തനന തോ, ജനന ജനന തനന തനന തോ, ജനന ജനന തനന തനന കുതകധീം നൃകിത തോ നാചിരെ ഗോരി തായി തൈ ഗീത ധുമി കുതകധീം നൃകിത തോ നാചിരെ ഗോരി തായി തൈ ഗീത ധുമി കുതകധീം നൃകിത തോ നാചിരെ ഗോരി തായി തൈ ഗീത ധുമി Namaste. The drastic explosion of COVID-19 pandemic has transposed our physical classrooms to technology-oriented digital ones. The resultant education system relies on e-learning mechanism where teaching is done remotely and virtually. Nevertheless, the curtailment of physical proximity has widened the teacher-student relationship. But on the other side, teachers believe that online schooling has allowed students to be much more responsible and be the masters of their learning process. During the second wave also, Aravinda Vidya Mandiram is all set to help our students with the numerous initiatives we have planned. The management, the principal and the teachers are bravely navigating issue amidst the uncertain waters of online teaching. Now, as the teachers and the students are equipped with the online learning mechanism, any such challenges in the future can be resolved with extreme confidence. To gratify the needs of a tech-savvy generation of students, we, the teachers of Aravinda Vidya Mandiram, have supplanted our traditional teaching methods with the digital learning techniques and strategies. Now, let us see a few clippings of the classes by the teachers of Aravinda. എൻ്റെ കയ്യില് ഒരു സൂത്രമുണ്ട്, ഞാൻ കാണിക്കും. അതില് ഓരോ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടേ. ആ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പറയണം. കഴിഞ്ഞ വർഷം സുലൈ ടീച്ചർ പഠിപ്പിച്ച അക്ഷരങ്ങളൊക്കെ തന്നെയാ കേട്ടോ. നോക്കാം, ഏതക്ഷരമാ ഇത്? ഏതക്ഷരമാ? എല്ലാരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. രാ. വെരി ഗുഡ്. ഏതക്ഷരമാണ്? രാ. പറഞ്ഞേ.
വെരി ഗുഡ്. എല്ലാരും പറഞ്ഞല്ലോ. ഞാൻ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇതേതക്ഷരമാ? കേട്ടില്ല, ഉറക്കെ പറഞ്ഞേ. വെരി ഗുഡ്. വാ. ഏതക്ഷരാണ്? വാ. ഇത് നോക്കട്ടെ, ആര് പറയുന്ന? ഏതക്ഷര ഇത്? റാ. നമ്മൾ ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങുമല്ലേ, അപ്പം നമുക്കൊരു ശ്ലോകം ചൊല്ലാം കേട്ടോ. വിദ്യയുടെ ദേവതയെക്കുറിച്ച്. ആരാ വിദ്യയുടെ ദേവത? സരസ്വതി ദേവി. ആരാണ് വിദ്യയുടെ ദേവത? സരസ്വതി ദേവി. നമുക്ക് സരസ്വതി ദേവിയുടെ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ക്ലാസ് തുടങ്ങാം കേട്ടോ. എല്ലാവരും ഒന്ന് കൈതൊഴുത് പിടിച്ചേ. ടീച്ചർ ശ്ലോകം ചൊല്ലാം കേട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും അറിയാവോ ശ്ലോകം? അറിയാൻ വയ്യാത്തവര് വീട്ടില് അച്ഛനോ Namaste dear students, how are you? Hope you are enjoying your day. And today, this beautiful day, let's learn a wonderful poem named Just as Snow, written by Robert Frost. So I hope you are familiar with the poet. So this poem tells that a simple movement has a large significance. The poet has mentioned crow and hemlock tree in this poem. So crow here signifies the depressive and sorrowful mood of the poet, and hemlock tree is a poisonous tree. So both these signify that the poet was not in a good mood, so he describes the dark, depressive and bitter side of nature to present his similar mood. I hope it's clear to you. Okay. നമസ്തേ, ഞാൻ പ്രതിഭ, നിങ്ങളുടെ സംസ്കൃതം ടീച്ചർ. നമുക്ക് ഇന്നൊരു സംസ്കൃത സുഭാഷിതം പരിചയപ്പെടാം. അതായത് വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്തായിരിക്കണം എന്ന് ഈ സുഭാഷിതത്തിലൂടെ നമ്മൾ അറിയുന്നു. ശ്രദ്ധിച്ചുകൊള്ളുക. കാകദൃഷ്ടിർ ബഗധ്യാനം ശ്വാനനിദ്ര തഥൈവച അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം. അതായത് കാകദൃഷ്ടി, കാക്കയുടെ സൂക്ഷ്മ നിരീക്ഷണമാണ് ഉണ്ടാവേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം ഒരു വിദ്യാർത്ഥി ഇരിക്കേണ്ടത് എന്നർത്ഥം. ബഗധ്യാനം, ബഗഹ കൊക്കാണ്, കൊക്കിന്റെ അചഞ്ചലമായ ധ്യാനം. ധ്യാനം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ. വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾ. അല്പാഹാരം ജീർണവസ്ത്രം. അല്പാഹാരം എന്ന് വെച്ചാൽ എന്താണ്? അത്യാവശ്യത്തിന് മാത്രം നമ്മൾ കഴിക്കുക. അല്ലെങ്കിൽ എന്താണ്? നമുക്ക് ബുദ്ധിക്ക് വികാസം, അതല്ലെങ്കിൽ എന്താണ്? ഉറക്കം വന്ന ഒരവസ്ഥയാണ്. ഭാരതത്തിലെ ശ്രേഷ്ഠ ഭാഷകളിൽ ഒന്നാണ് മലയാളം. കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് അനേക നാളുകൾക്ക് മുമ്പ് തന്നെ മലയാള ഭാഷ നമുക്ക് സ്വന്തമാണ്. മറ്റ് പല ഭാഷകളോടും മലയാള ഭാഷയ്ക്ക് ബന്ധമുണ്ട്. പലരുടെയും സഹോദരിയാണെന്നൊക്കെ പറയുന്നുമുണ്ട്. ഇവിടെ മലയാള ഭാഷയും അതുപോലെ തന്നെ സംസ്കൃത ഭാഷയുമെല്ലാം നമ്മുടെ നാടിൻ്റെ സ്വന്തമായ ഭാഷ തന്നെയാണ്. സംസ്കൃത ഭാഷയുമായിട്ടും തമിഴ് ഭാഷയുമായിട്ടുമൊക്കെ മലയാള ഭാഷയ്ക്ക് നല്ല തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. മലയാള ഭാഷ മാത്രമായിട്ട്, സ്വന്തമായ ഒരു ഭാഷ മാത്രമായിട്ട് നമുക്ക് വേണ്ടി തന്നത് ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. नमस्ते प्यारे बच्चों, आज हम हिंदी में एक सुंदर सी कविता पढ़ेंगे। इस कविता का नाम है फूलों से नित हंसना सीखो। फूलों से नित हंसना सीखो, भंवरों से नित गाना, तरु की झुकी डालियों से सीखो तुम भी शीश झुकाना।
कितना महत्वपूर्ण संदेश दिया गया है। वह फूल, वह भंवरा हमें संदेश दे रहा है कि दूसरों के साथ संतोष के साथ, खुशी के साथ जियो, दूसरों को भी खुशी दो। यह ही नहीं, पेड़ पौधे भी हमें सिखा रहे हैं कि किस तरह दूसरों का आदर सम्मान करना चाहिए। बड़ों का आदर करना जीवन का महत्वपूर्ण बात है। इसमें कुछ कठिन शब्द भी आपने सुना, इन कठिन शब्दों को हम देखेंगे। भंवरो, भंवरो का अर्थ है ब्लैक बी, और डालियो ब्रांचेस, तरु ट्री, शीश हेड, इस तरह से आए गए महत्वपूर्ण शब्द हैं। Namaste to all. All are here? All are doing well? Okay, very good. All of you had your breakfast? Yes. So all are here with high energy level. Am I correct? Good. Then one question. How do we get energy? Okay, very good. From food? Oxygen breaks food. Okay, very good. From food we get energy. We know that. In smaller classes we have already studied how do from food we get energy, the functions of food, isn't it? Then now we are going to study when food reach in each and every term for that. Okay. To find the total surface area of a cuboid, we have to find the areas of all the faces of the cuboid. This is an oblique sketch of a cuboid. We know that a cuboid has 3 dimensions: length, breadth and height. To represent length, we can use the variable L. To represent breadth, we can use B, and to represent height, we can use H. When we cut and open a rectangular box and lay it flat, then we will get a net of it. See, this is a net of a cuboid. This is the length of the cuboid, and all these are lengths. So we can mark this using the variable L. This is the breadth of the cuboid. To represent this, we can use the variable B. Then all these are B. And this is the height of the cuboid. Then we can mark this as H. All these are H. Erosion. What is the definition of soil erosion? Soil erosion, it is the washing away of topsoil. It is the washing away of topsoil. Then, do you know what are the agents of soil erosion? Yes, the agents of soil erosion are running water and wind. Agents of soil erosion. Agents of soil erosion are running water and wind. Then due to the work of this running water and wind, we can divide 2 kinds of soil erosion. There is 2 types of soil erosion. The types of soil erosion are types of soil erosion. Gully erosion and sheet erosion. Types of soil erosion are gully erosion and sheet erosion. Then let's see what is gully erosion. See, gully erosion. I'm going to share the screen. See gully erosion. This is
നമസ്തേ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന യോഗാസനം ധനുരാസനമാണ്. ധനുരാസനം, ധനുസ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ് ധനുസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ധനുസ് എന്ന് വെച്ചാൽ വില്ലാണ്. ശരീരം ഒരു വില്ല് പോലെ വളച്ച് ചെയ്യുന്ന യോഗാസനം ആയതുകൊണ്ടാണ് ധനുരാസനം എന്ന് പേര് വന്നത്. അപ്പോൾ നമുക്ക് ധനുരാസനം ഒന്ന് ചെയ്ത് നോക്കാം. കമിഴ്ന്ന് കിടന്നുള്ള ചെയ്യുന്ന ഒരു യോഗാസനമാണ് ധനുരാസനം. പിന്നെ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്താ കമിഴ്ന്ന് താടി തറയിൽ മുട്ടിച്ച് കൈകൾ തുടയോട് ചേർത്ത് വെച്ചിരിക്കുന്നു. ഇനി പതിയെ ഓരോ കാലുകളായിട്ട് ഉയർത്തി കൈകൊണ്ട് കാലിലേക്ക് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒറ്റ ശ്വാസത്തിൽ ഞാൻ ഉയരുകയാണ് ചെയ്യുന്നത്. പതിയെ ശ്വാസം വിട്ട് താഴ്ന്ന് താടി നേർത്ത് മുട്ടിക്കുന്നു. കൈകൾ ഓരോന്നായി റിലീസ് ചെയ്യുന്നു. അതേപോലെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ധനുരാസനത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ധനുരാസനത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗുണമെന്ന് പറയാൻ ശരീരത്തിലെ മൊത്തം ബ്ലഡ് സർക്കുലേഷനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു യോഗാസനമാണ് ധനുരാസനം. അതുപോലെ തന്നെ നമ്മളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ, ഡൈജസ്റ്റീവ് സിസ്റ്റം എല്ലാം വളരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? വളരെയധികം ഗുണങ്ങളുള്ള, അതായത് ശരീരത്തിന് മൊത്തം ഒരുപോലെ ഗുണം കിട്ടുന്ന, കൈകളും കാലുകളും ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളുടെയും വേദനകൾ മാറാനും നടുവിൻ്റെ വളവൊക്കെ ഒന്ന് മാറാനും ഒക്കെ സഹായിക്കുന്ന യോഗാസനമാണ് ധനുരാസനം. നമ്മൾ മാങ്കോയുടെ യെല്ലോയും നല്ല പഴുക്കാറായ മാങ്ങയാണ്. അപ്പം ആ മാങ്കോയ്ക്ക് യെല്ലോ കളറ്, അതിൻ്റെ കൂടെ അല്പം ഗ്രീൻ കളറും കൂടെ ഇങ്ങനെ ചേർത്ത് പോകണം. ഗ്രീൻ കളറ് കുറച്ച് കൊടുത്താൽ മതി. ഷേപ്പൊക്കെ ശരിക്കും കറക്റ്റായിട്ട് തന്നെ വരണം. ആ ഷേപ്പൊക്കെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ മാങ്കോയുടെ ആ ഷേപ്പ് നന്നായിട്ട് വയ്ക്കുക. നമുക്ക് ബ്രഷ് കഴുകിയതിന് ശേഷം അടുത്ത കളറ് എടുക്കണം. നന്നായിട്ട് കളർ കൊടുക്കുക. ഇതിൻ്റെ റിഫ്ലക്ഷൻ ഈ പ്ലേറ്റിലേക്ക് ഈ പഴത്തിൻ്റെ ആ കളറിലേക്ക് കൊടുക്കണം. ഏത് പഴമാണോ ഇരിക്കുന്നത് ആ കളറ് കൊടുക്കുക. യെല്ലോ കളറ് കൊടുക്കണം. ഇവിടെ കുറച്ച് കളർ കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെ ഗ്രീന്. ഇനി നമ്മളിതിന് ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ റെഡ് ലൈറ്റായിട്ട് കൊടുക്കാവുള്ളൂ. റെഡ് കളറ് ഒരുപാട് കളർ കൊടുക്കരുത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളറ് ഈ തുണിയുടെ ആ ഒരു ചുളിവിനൊക്കെ അനുസരിച്ച് ഈ ക്ലോത്താണ്, ആ ക്ലോത്തിൻ്റെ ഒരു ചുളിവൊക്കെ വന്നതേപോലെ അത് ആ ചുളിവ് വരണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഷെയ്ഡ് ചെറിയ ചുളിവായിട്ട് ഇങ്ങനെ ഇത് താഴേക്ക് തുണി പ്ലേറ്റ്സ് ഇട്ട് കിടക്കുന്ന പോലെ തന്നെ ആ ഒരു ഫീല് വരണം. അപ്പം അതേപോലെ കളർ വെച്ച് കൊടുക്കുക. ഇവിടെ ഇതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. Today we will start with spot jogging. Okay, slow jogging. Then speed up. Only spot jogging, but jog on toes. Okay. Jogging up to 90 seconds. Okay. After the jogging, breathing exercise. Okay. Three times. Okay, then we'll start a whole body exercise. Ready? 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. Okay, again 3 times. Breathing. Then alternate for touch. Ready? 1, 2, 3, 4, 5, 6, 7, 8. Okay. Then also breathing exercise. Then twisting.
short jump. Okay, bye. നമസ്തേ. ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് മോഹനരാഗത്തിലുള്ള ഒരു ഗീതമാണ്. മോഹനരാഗത്തിന്റെ ആരോഹണം അവരോട് ടീച്ചർ ആദ്യം പാടിത്തരാം. ആരോഹണം സരി ഗ പ ധ സ. അവരോഹണം സ ധ പ ഗ രി സ. സരി ഗ പ ധ സ സ ധ പ ഗ രി സ. താളരൂപകം ഗ ഗ പ പ ധ പ സ സ രി സ ധ ധ പ ധ പ ഗ ഗ രി ഗ പ ധ സ ധ ധ പ ഗ ഗ രി ഗ ഗ ധ പ ഗ പ ഗ ഗ രി സ. Namaste dear students. Let us observe the catalytic activity of yeast by using a simple experiment. Then observe this hydrogen peroxide solution. As it evolves oxygen, but now we are not able to see the evolution of oxygen. Let us see how the reaction that can be done in a faster manner. To see the evolution of oxygen more clearly, we can add 1 drop of coloring agent to it. Then stir this solution. But still, we are not able to see the decomposition of hydrogen peroxide. Then we can add another substance, that is yeast, into it. Observe the solution. Here we can see the evolution of oxygen. The substance, that is the yeast, that increases the rate of decomposition of hydrogen peroxide. That is, here the substance yeast that acts as a catalyst. Namaste to all. Today we can start a new topic, a formatting feature of MS Word. In MS Word, the formatting feature is very important because Word is a word processing software. Now we can see the formatting feature of MS Word. Okay, in a MS Word window, there are 3 types of formatting in MS Word: font formatting, paragraph formatting, and page formatting. Okay, first we can see the font formatting feature. All the font formatting features are located on Home tab in font view. Okay, this is the Home tab and font view. These are the font formatting features. Firstly, font type, then font size, and font color, subscript, superscript, bold, italics, etc. Okay, now we can check the font formatting feature. Okay, to change the font of the heading, Microsoft Word. For the font formatting, പുതിയ അധ്യയന വർഷാരംഭം ഏവർക്കും ആസ്വാദ്യകരമായി എന്ന് കരുതുന്നു. പരിമിതികളെ സാധ്യതകളാക്കാൻ അരവിന്ദ് എന്നും ശ്രമിക്കാറുണ്ട്.
അത്തരത്തിലൊരു ശ്രമമാണ് ഈ പ്രവേശനോത്സവം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോടും ഞങ്ങൾക്കിതുതന്നെയാണ് പറയുവാനുള്ളത്. പ്രതിസന്ധികളിൽ, പരിമിതികളിൽ ഒരിക്കലും വീണു പോവരുത്. സ്വപ്നങ്ങൾ കാണുവാൻ മാത്രമുള്ളതല്ല, അത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടുന്ന ഊർജം പകരുന്നത് കൂടിയാവണം. നിങ്ങൾക്ക് നല്ല സ്വപ്നങ്ങളുണ്ടാവട്ടെ. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വളരാൻ സാധിക്കട്ടെ. വിദ്യാലയത്തിൻ്റെ വിലപിടിച്ച മുത്തുകളാവട്ടെ. നാളെയുടെ ശബ്ദമാകട്ടെ. ഏവർക്കും വിജയാശംസകൾ. നന്ദി.